മരുമക്കളോടും പറയാനുണ്ട്. എന്താ മരുമക്കളോട് പറയാനുള്ളത്? വീട്ടിലെ അസ്വസ്ഥതകൾ, ഭർത്തൃ വീട്ടിലെ അസ്വസ്ഥതകൾ വരുമ്പോൾ തൽക്കാലം ഭർത്താവിനെയും കൈപിടിച്ച് ഉമ്മാന്റെ അടുക്കെന്ന് കൊണ്ടുപോകാമെന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ഉമ്മയെ വേർപെട്ട് വന്ന് ഏതെങ്കിലും ഫ്ലാറ്റിന്റെ AC-യിൽ കിടക്കുമ്പോൾ അവന്ന് ലൈറ്റിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കൊണ്ടു. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന് വല്ലാത്തൊരു സങ്കടമുണ്ടാകും, മുഖത്ത് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകും. അതെന്താ അറിയോ? എൻ്റെ ഉമ്മാക്ക് ഇഷ്ടല്ലാതെ ഞാൻ ഇവളെയും പിടിച്ചു കൊണ്ടുവന്നതാണല്ലോ എന്ന മനോവേദന അയാളുടെ മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം സഹോദരി, നിനക്ക് നിന്റെ ഭർത്താവിനെ അനുഭവിക്കാനാവില്ല. തൻ്റെ ഉമ്മയെ ഇട്ട് പോന്നു എന്ന മനോവേദന മനസ്സിൽ തിങ്ങി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് ഭാര്യയോടൊപ്പം രസിക്കാനാവുക, ഭാര്യയോടൊപ്പം സന്തോഷിക്കാനാവുക? അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ഉമ്മനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കും, ഈ മിക്സിക്ക് ഒരു സൗണ്ട് ഉണ്ടാകും. എല്ലാറ്റിലും സൗണ്ട് ഇല്ലാത്ത സാധനങ്ങൾ കണ്ടുപിടിച്ചെങ്കിലും മിക്സി അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. മിക്സി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒച്ചയാണ്. അപ്പൊ തൽക്കാലം ഈ മിക്സി നിന്നിട്ട് നമ്മുടെ ശബ്ദം ഉള്ളതുകൊണ്ട് മിക്സി ഇടാറില്ലേ? ഇടും. എന്ത് ചിന്തിക്കാം, മിക്സിക്ക് ഒരു ശബ്ദം ഉണ്ട് എന്ന് നമുക്ക് അറിയണത് കൊണ്ട് എന്ത് ചെയ്യും, അത് കുറച്ച് കഴിഞ്ഞാൽ അവസാനിക്കുന്നു അറിയണത് കൊണ്ട് ആ ഒച്ച സഹിക്കാൻ മാനസികമായി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാണ്. നമുക്കിഷ്ടമില്ലാത്തതാണ് അമ്മായിമ്മ പറയുന്നതെങ്കിൽ അത് ഇവിടെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ്, അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ശബ്ദിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ അവസാനിക്കും എന്ന് വിചാരിക്കയല്ലാതെ ആ പറയുന്ന ഓരോ വാക്കുകളും മനസ്സിലേക്ക് കൊടുത്ത് ചിന്തിച്ച് ആലോചിച്ച് കിടന്നാൽ ഒരു രാത്രിയും മര്യാദക്ക് ഉറങ്ങാനാവില്ല. ഒന്ന് വിശാലമായി നമ്മൾ കാണുക, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ചിലതൊക്കെ സഹിക്കുന്നു എന്ന് തീരുമാനിക്കുക.